ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൻ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പിയുമായ ഒരു സ്പെഷ്യൽ ഉഴുന്നുവടയാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി നമുക്ക് 2 കപ്പ് ഉഴുന്നെടുത്ത് 2 മണിക്കൂർ കുതിർത്തി കഴുകി എടുത്തതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാവൂ. നമ്മുടെ ഉഴുന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ മയപ്പെടുത്തി അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത ഉഴുന്നിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് അരിഞ്ഞു വെച്ചതിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വേപ്പില അരിഞ്ഞു വെച്ചതിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തുകൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ഉഴുന്നുവടയ്ക്ക് കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്മെല്ലും ടേസ്റ്റും. ഇതിനു ശേഷം കുരുമുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ അരിപ്പൊടി 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ആ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞും കിട്ടും, നല്ല ക്രിസ്പിയും കിട്ടും. നന്നായിട്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഓരോ ഉഴുന്നുവടയും എടുത്ത് ഇതേപോലെ ഹോൾസാക്കി കൈയുടെ തള്ളവിരൽ കൊണ്ട് തന്നെ ഇതേപോലെ ഹോൾസാക്കി എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ഉഴുന്നുവട നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. പുറമേ തൊട്ട് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സ്മൂത്ത് ആയിരിക്കും. ഇതേപോലെ നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുരിഞ്ഞിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.